Hi friends, എൻ്റെ പേര് സ്റ്റീഫൻ. ക്യാമോഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഈ വീഡിയോയിൽ കോമ്പൗണ്ട് ബോയിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കോമ്പൗണ്ട് ബോയും എഡ്മണ്ടണിലെ ഒരു ഫേമസ് ആർച്ചറി ക്ലബ്ബുമാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കോമ്പൗണ്ട് ബോ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ആർച്ചറി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ആദ്യം ആർച്ചറി ക്ലബ്ബിലേക്ക് ഒന്ന് പോയി നോക്കാം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഈ കോമ്പൗണ്ട് ബോ നമുക്കൊന്ന് ട്യൂൺ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പല സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അന്നേരമാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ക്ലബ്ബിൽ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റിലുള്ള ജിംബോസ് ആർച്ചറി ക്ലബ്ബിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോയിൽ എങ്ങനെയാണ് കോമ്പൗണ്ട് ബോ ട്യൂൺ ചെയ്യുന്നത്, സൈറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം കോവിഡ് കാലം ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റാഫും ആൾക്കാരുടെ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനുള്ളൊരു പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. അത് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പം എന്തായാലും നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ ബോ ഇപ്പം പുള്ളി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് സ്റ്റോറൊന്ന് മൊത്തം ചുറ്റി കണ്ട് നോക്കാം. So it's not going to set it, so don't worry about where it is. Try to bring that over. There. Just a little bit. So on that front end, make sure there's a slight bend in it. You have, looks like you have a little bit of ability to grab it, so it allows you to a little bit. That'll really work well. So actually, you can put the arrow in, and then mount it. Just like that. And when you draw that, try to put the finger in. A lot of people, if they start to struggle or get tired, they'll squeeze their hand and they accidentally let go.
little bit longer. But you're able to shoot. Looks like you just have to. I said it's better to get you shooting sometimes. ഫ്രണ്ട്സ്, ആൽബർട്ടയിൽ ആർച്ചറി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ജിംബോസ് ആർച്ചറീസ്. അവർക്ക് കാൽഗറിയിലും ഉണ്ട്, എഡ്മണ്ടണിലും ഉണ്ട് ബ്രാഞ്ച്. ആൽബർട്ടയിൽ പുറത്ത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്തായാലും നല്ല ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് സ്റ്റാഫാണ്. അവർക്ക് 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു ബിസിനസ്സാണ്. ബോ ഇല്ലാത്തവർക്ക് അവർക്ക് ബോ റെൻ്റൽ ഓപ്ഷനുണ്ട്. പിന്നെ ഇവരുടെ ലെയിൻസിന് $15 ഒരു ദിവസം. ഇത് കോവിഡ് റെസ്ട്രിക്ഷൻസ് മുന്നെയാണ്. കോവിഡ് റെസ്ട്രിക്ഷൻ കഴിയുമ്പോഴത്തേക്കും ബാക്ക് ടു നോർമൽ ആകും. ഇപ്പം റെസ്ട്രിക്ഷൻ്റെ സമയത്ത് $10 പെർ അവറാണ് ഒരാൾക്ക് ലെയിൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ബോ ഉള്ളവർക്ക് മാത്രം. ബോ റെൻ്റൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നല്ല അഫോർഡബിൾ ആണ്. എനിക്കിന്ന് മൊത്തം കുറച്ച് പാർട്സും ട്യൂണിങ്ങിനും എല്ലാത്തിനും $64 അതൊരു നല്ല പ്രൈസാണ്. ഇപ്പം എന്തായാലും ആൽബർട്ടയിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ബോയുടെ ഫീച്ചേഴ്സിലേക്ക് എടുക്കാം. കോമ്പൗണ്ട് ബോ ഡ്രോ വെയ്റ്റിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 20 pounds മുതൽ 70 to 80, 90 pounds വരെയുണ്ട് ഡ്രോ വെയ്റ്റ്. ഡ്രോ വെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കേബിള് നമ്മൾ പുറകോട്ട് വലിക്കുന്നതിനാണ് ഡ്രോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് പുറകോട്ട് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനാണ് വെയ്റ്റ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 30 pound ആണെങ്കിൽ 30 pound എന്ന് പറഞ്ഞാൽ 15 കിലോ എടുക്കുന്നതിൻ്റെ ഒരു ഫീലാണ് ഈ സാധനം പുറകോട്ട് വലിക്കുന്നത്. അപ്പം എൻ്റെ ബോ എന്ന് പറയുന്നത് 70 poundൻ്റെയാണ്. അതായത് ഒരു 35 കിലോ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു ഫോഴ്സ് വേണം ഈ സാധനം പുറകോട്ട് വലിക്കാൻ. അപ്പം 70 pounds ഞാൻ 70 pounds എന്തുകൊണ്ടാണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ഹണ്ടിങ്ങിനും പോവാം. അതായത് മൂസ്, എൽക്ക് എല്ലാത്തിനെയും ഇതും കൊണ്ട് ഹണ്ട് ചെയ്യാം. അപ്പം ഓൾ പർപ്പസ് ആയതുകൊണ്ടാണ് ഞാൻ 70 pounds ഡ്രോ വെയ്റ്റുള്ള ബോ മേടിച്ചത്. അപ്പോൾ നമുക്ക് ബോയുടെ പാർട്സ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പം ഇതിൻ്റെ പേരാണ് ലിംബ്. അപ്പർ ലിംബ്, ലോവർ ലിംബ്. ഇത് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്ത് നിൽക്കുമ്പോൾ അധികം ഷേക്ക് ആവാതിരിക്കാനുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഹോൾഡർ, ഹാൻഡിൽ. ഇത്
ആരോ ഇതിലേക്കാണ് റെസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാധനം ഇതിങ്ങനെ ഓപ്പൺ ആവും. പിന്നെ ഇത് സൈറ്റ്. അപ്പം നമ്മൾ ആരോ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പീപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഫുൾ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഈ പീപ്പ് സൈറ്റിലൂടെ നോക്കി ആ സൈറ്റിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആരോ റിലീസാകുന്നത്. അപ്പം ഇത് ആരോ ഹോൾഡറാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് ക്യാം. ഒരു പുള്ളിയുടെ ഫങ്ഷനാണ്. നമ്മൾ വലിച്ചു കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ആ ഫോഴ്സിൽ ആരോ വിടാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് ക്യാം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ ഇതിൻ്റെ ആക്സസറീസ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് റിലീസ് എന്ന് പറയും. നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കേബിളിലേക്ക് ഹുക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഫോഴ്സ് നമ്മുടെ വിരളി വരാതെ റിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഇത് നമ്മൾ ഒരു ട്രിഗർ ഉണ്ട്. ഇതിൽ ട്രിഗർ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്യാനുള്ള ട്രിഗർ, ഇത് റിലീസ്. അപ്പം നമ്മൾ ഇതിലേക്ക് കേബിളിലേക്ക് കയറ്റിയിട്ട് ലോക്ക് ചെയ്യുക, ഡ്രോ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് റിലീസ്, ആരോ പോകും. പിന്നെ ഉള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. നമ്മുടെ ഈ കൈ ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ കേബിൾ എങ്ങാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം അറിയാതെ വന്ന് അടിച്ച് സ്കിന്ന് ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വാൾമാർട്ടിലൊക്കെ കിട്ടും. ഇത് വാൾമാർട്ടിൽ അപൂർവമാണ് കാണുന്നത്. കനേഡിയൻ ടയറിലൊക്കെയാണ്, കെബാലസിലും കനേഡിയൻ ടയറിലൊക്കെയാണ് ഇതുള്ളത്. ബോയ് ആണെങ്കിലും കനേഡിയൻ ടയറിലും കെബാലസിലുമാണ് കൂടുതലും ഉള്ളത്, കോമ്പൗണ്ട് ബോ. പിന്നെ സാധാരണ ചെറിയ ബോയൊക്കെ ഉണ്ട് വാൾമാർട്ടിലൊക്കെ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സ്ട്രാപ്പിലൂടെ കൈയിട്ട് ഹോൾഡറിൽ കൈവെക്കുക, റിലീസ്. ഇത് കണ്ടോ, ഇതിലാണ് റിലീസ്. ഇത് ഹുക്ക് ചെയ്യുന്നതാണ്, റിലീസ് ഹുക്ക് ചെയ്യുന്ന സാധനമാണിത്. നമ്മൾ ഇതിലേക്ക് ലോക്ക് ചെയ്യുന്നു. കൈ എപ്പോഴും ട്രിഗറിൻ്റെ പുറകിൽ വെക്കണം, അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വിടും. ഇതാണ് ഒരു പൊസിഷൻ, കറക്റ്റ് പൊസിഷനിൽ നമ്മൾ സ്റ്റിഫായിട്ടിരിക്കണം. നമ്മുടെ കാര്യം ഇങ്ങനെയൊന്നും പോരത്, സ്റ്റിഫായിട്ടിരിക്കുക. എന്നിട്ട് കൈ ചെവിയുടെ പുറകിലായിരിക്കും, കറക്റ്റ് ഐഡിയൽ പൊസിഷൻ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ സൈറ്റിൽ കൂടെ നോക്കി ടാർഗറ്റ് ചെയ്ത് ട്രിഗർ നിൽക്കുക, സാധനം റിലീസാവും. അപ്പം ഈ ഒരു പൊസിഷൻ, കൈ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ സ്റ്റിഫായിട്ട് വെക്കരുത്. കൈ കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കയ്യെ വന്ന് അടിക്കും. അപ്പം ടാർഗറ്റ് ചെയ്തിട്ട് നേരെ, ഇപ്പം ഞാൻ ക്യാമറയിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ പൗണ്ട്സ് കൂടുമ്പം ഇതിങ്ങനെ ഡ്രോ ചെയ്ത് വെക്കാൻ ഇച്ചിരി പാടായിരിക്കും, അതാണ് ഞാൻ കിതയ്ക്കുന്നത്. നമുക്ക് പക്ഷേ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്നില്ല, കാരണം ബോ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഇത് നോക്കുക. അപ്പം ഞാൻ പണ്ട് വെയ്റ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ 70 pounds എടുത്തത്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു 40 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 40 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് പോകുന്നവർക്ക് നമ്മളൊരു ആനിമലിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡ്രോ ചെയ്തിട്ട് ഒരു മിനിറ്റെങ്കിലും ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഈ വെയിറ്റ് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അത് ഇപ്പം മാനാണെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് നല്ലൊരു പൊസിഷൻ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിസ്സാവും. അതുകൊണ്ട് എപ്പോഴും 40-50 സ്റ്റാർട്ട് ചെയ്യുക. ചില ബോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ 70 ആണ്, നമുക്ക് 60 വരെ ആക്കാം. 70 മുകളിൽ പോകാൻ പറ്റില്ല, 60-70 ആണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 70 അങ്ങനെ ഡ്രോ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബോയും ഉണ്ട്. പിന്നെ ബോ വെച്ച് ഹണ്ട് ചെയ്യുന്നവർക്ക് ബോ പെർമിറ്റ് എടുക്കണം. ആൽബർട്ടയിൽ $35 ബോ പെർമിറ്റ് എടുക്കാൻ. ബോ വെച്ച് ഹണ്ട് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ബോ
ബോ ഹണ്ടേഴ്സാണ് കൂടുതലും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് സീസൺ കൂടുതലാണ്. ഞാൻ എൻ്റെ പഴയ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ നവംബർ വരെ, ഒക്ടോബർ ലാസ്റ്റ് വരെ ബോ സീസണാണ്. അപ്പം ഇതാണ് കോമ്പൗണ്ട് ബോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതിനും വരെ സൈനിങ് ഓഫ് സ്റ്റീഫൻ.